ഇത്തവണ അസ്മാബി ഫ്രട്ടേണിറ്റി ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായാണ് പോകുന്നത് ബാലിയിലേക്ക്. ഞങ്ങളെ കൂടാതെ 14 പേർ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ ഗൈഡ് ബിജോ ഒപ്പമുണ്ട്. കൊച്ചി ടു കോലാലംപൂർ, പിന്നെ കോലാലംപൂരിൽ നിന്ന് ബാലിയുടെ ക്യാപിറ്റൽ ഡെൻപാസർ. ഇതാണ് ഷെഡ്യൂൾ. രാത്രി 12:10 പുറപ്പെടേണ്ടിയിരുന്ന ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ഡിലേഡ് ആയിരുന്നു. ടൂറിസത്തിന് ഏറെ പ്രശസ്തമായ ബാലിയിൽ ഞങ്ങൾക്ക് 5 ദിവസത്തെ ഷെഡ്യൂള് വിസിറ്റാണ് ഉള്ളത്. രാവിലെ ഏകദേശം 8:45 കൂടിയാണ് ഞങ്ങൾ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നത്. കണക്ഷൻ ഫ്ലൈറ്റ് ഉടനെ തന്നെ ഉണ്ടാകുമല്ലോ എന്നൊരാശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് 8 മണിക്കൂർ ഡിലേയ്ഡാണ്. വൈകുന്നേരം 5:30-ക്കാണ്. പിന്നെ എയർലൈൻസ് തന്ന ഫുഡ് കൂപ്പൺ ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിക്കുക, അതുപോലെ എയർപോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ സമയം ചെലവഴിച്ചു. ഈഗുസ്തി ങ്ങുറാറായ് ബാലി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ബാലിയുടെ ക്യാപിറ്റൽ ഡെൻപാസാർ നഗരത്തിൻ്റെ ഒരു പനോറമിക് വ്യൂ ആസ്വദിച്ചോളൂ. ഒരു വർഷം 15 മുതൽ 25 മില്യൺ പാസഞ്ചേഴ്സാണ് ഈ എയർപോർട്ടിലൂടെ കടന്നു പോകുന്നത്. പ്രധാനമായും വിനോദസഞ്ചാരികളായിരിക്കണം. ബാലിയുടെ തനതായ ആർട്ടിസ്റ്റിക് ഫോംസ് എയർപോർട്ടിൽ അങ്ങോളം ഇങ്ങോളം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എയർപോർട്ടിൽ വെച്ച് ബാലിനീസ് രീതിയിൽ മനോഹരമായൊരു റിസപ്ഷൻ. ഇനി ഡിന്നർ, അത് കഴിഞ്ഞ് ഹോട്ടലിലേക്ക്. എയർപോർട്ടിനടുത്തുള്ള കുട്ട എന്ന സ്ഥലത്ത് ആദിജയ എന്ന ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം ഈ ദിവസങ്ങളിലെല്ലാം.
ബാലിയിലെ ഞങ്ങളുടെ ഡേ 1 ആണ് ഇന്ന്. ഇന്നത്തെ ഷെഡ്യൂള് ടേർട്ടിൽ ഐലൻഡ് വിസിറ്റ്, അതുപോലെ വാട്ടർ സ്പോർട്സ്, പിന്നെ GWK മോണ്യുമെൻറ്റ് വിസിറ്റ്, രാത്രി ഡിന്നർ ക്രൂസ്. 7 മണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. 8 മണിയാണ് ഞങ്ങളോട് സ്റ്റാർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്. ചോദിക്കാറുണ്ട്. ഓക്കെ, എൻ്റെ പേര് ബിജോ. വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി ഉണ്ട്. അച്ഛൻ ഇപ്പോ വർക്ക് ചെയ്യുന്നില്ല. ഒരു നമ്മുടെ സ്യൂട്ട് കേസിന്റെ നമ്മുടെ VIP അതിൻ്റെ നമ്മുടെ മേനകയിലായിരുന്നു വർക്ക് ചെയ്ത് വെച്ചത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി എക്സ്പീരിയോണിൽ വർക്ക് ചെയ്യണം, ഇൻഫോ പാർക്കിൽ. പിന്നെ ഞാൻ നമ്മുടെ പഠിച്ചതൊക്കെ ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. Hi, good morning. How are you? I'm Mastawa, is your tour guide. Good. ഇനി നമുക്ക് അസ്മാബി ഫ്രട്ടേണിറ്റിയിൽ നിന്ന് പുറത്തുള്ളവരെ ഒന്ന് പരിചയപ്പെടാം. I was also working as a lecturer in the Polytechnic. So that's I have 2 children. ഒരാള് പ്രൊഫസറാണ്, വേറൊരാള് എന്റർപ്രീനറാണ്. ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. നീ പറഞ്ഞതല്ല എന്നെ കൂടെ വർക്ക് ചെയ്തു, റിട്ടയർ ചെയ്തു. എനിക്ക് 2 മക്കള്, 2 പേരും എൻജിനീയേഴ്സാണ്. ഒരാൾ US-ലും ഒരാൾ ഗുജറാത്തിലും. ഞാനൊരു ഹൗസ് വൈഫാണ്. പാലക്കാട് സ്വദേശിയാണ്. സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർഡായി. എൻ്റെ പേര് മുഹമ്മദ് നിസ്താർ. ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അക്കൗണ്ട്സ് ഓഫീസറായി റിട്ടയർ ചെയ്തു. എൻ്റെ വീട് പാലക്കാട് ടൗണിൽ തന്നെ, ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. മാറിയാണ് താമസം. പഞ്ചായത്ത് വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. വിവിധ ജില്ലകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഭാര്യ ടീച്ചറാണ്. അടുത്ത വർഷം റിട്ടയർ ചെയ്യും. എൻ്റെ പേര് ഹേമമോഹൻ. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കയ്പമംഗലത്താണ്. After Christ College, I went to join the Air Force. അങ്ങനെ ഞാൻ റിട്ടയർഡ് പട്ടാളക്കാരനാണ്. And I run a play school. I'm a trained teacher, but I love the babies. So they come to me when they are 2.5 and leave when they are 4. And we train them for English medium schools in place we live in. ഞാൻ പാലക്കാട് തത്തമംഗലം എന്നുള്ള സ്ഥലത്ത് കച്ചവട ബിസിനസ് നടത്തുകയാണ്. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 ആൺപിള്ളേരാണ്, ഭാര്യ. ഹലോ, ഞാൻ വിനീത ഹരിദാസ്. പ്ലേസ് കുന്നംകുളമാണ്. പാലക്കാട് മാരേജ് ചെയ്ത് വന്നു. ബിസിനസിന്റെ അക്കൗണ്ട്സ് ഒക്കെ നോക്കി നടക്കുന്നു. 2 ബോയ്സ്. ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. I am studying 7th. My place പാലക്കാട്. I am Rishikesh, studying +2. പാലക്കാട്ടിൽ നിന്നാണ്. ഫാമിലിയുടെ ഒപ്പം ടൂർ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നു. എൻജോയ് ചെയ്യുന്നുണ്ടോ? അതെ അതെ. താങ്ക് യു. ആദ്യത്തെ ആക്ടിവിറ്റി താഞ്ചുങ് ബനോവ ബീച്ചിലെ ടേർട്ടിൽ ഐലൻഡ് വിസിറ്റും വാട്ടർ സ്പോർട്സുമാണ്. ആദ്യം ടേർട്ടിൽ ഐലൻഡിലേക്ക്. ഒരു ഗ്ലാസ് ബോട്ടം ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ താഴെ വളരെ ഷാലോ ആണ് ഈ ഭാഗത്ത് സീ. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ മനോഹരമായ മീനുകൾ അതിനകത്ത് കൂടി കാണാനായിട്ട് സാധിക്കും.
2006 ഇന്തോനേഷ്യയിലെ ഈ ടർട്ടിൽ കൺസർവേഷൻ സെൻറ്റർ ഓപ്പൺ ചെയ്യുന്നത്. പ്രധാനമായും ഗ്രീൻ ടേർട്ടിലുകളുടെ ഗ്രൗണ്ട് നെസ്റ്റിങ്ങിന് വേണ്ടിയാണത്രേ ഇത് തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഗ്രീൻ ടേർട്ടിലുകളെ ഒന്നും കാണാൻ സാധിച്ചില്ല. പകരം ഒരു മലമ്പാമ്പിനെ കണ്ടു, ഒരു പൈത്തൺ ഉണ്ടായിരുന്നു, പിന്നെ ഒരു വേഴാമ്പൽ, പിന്നെ ഒരു ഡ്രാഗൺ, അങ്ങനെ കുറച്ച് സാധനങ്ങളെ കാണാൻ സാധിച്ചുള്ളൂ. വലിയൊരു അട്രാക്ഷൻ ഞങ്ങൾക്ക് അവിടെ ഈ ടർട്ടിൽ ഐലൻഡിൽ കാണാൻ സാധിച്ചില്ല. ഇനി കുറച്ച് വാട്ടർ സ്പോർട്സ്. മുപ്പത് പേരുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൽ വളരെ കുറച്ച് പേർ മാത്രമേ വാട്ടർ സ്പോർട്സ് ചെയ്തിട്ടുള്ളൂ. ആ ധൈര്യശാലികളെ ഒന്ന് കണ്ടു നോക്കൂ. ഇനി ഒരു ഇന്ത്യൻ സ്റ്റൈൽ ലഞ്ച്, പാനിപൂരി, ദോശ എല്ലാം അടങ്ങിയത്. അടുത്ത വിസിറ്റ് GWK കൾച്ചറൽ പാർക്ക്, ഗരുഡ, വിഷ്ണു, കെങ്കാന കൾച്ചറൽ പാർക്ക്. മീറ്റർ ഉയരമുള്ള ഈ സ്റ്റാച്ചു ആണ് ഈ പാർക്കിൻ്റെ ഹൈലൈറ്റ്. ബാലിയിലെ പല ഭാഗത്തു നിന്നാലും ഈ സ്റ്റാച്ചു കാണാമെന്ന് പറയുന്നു. ഇതുകൂടാതെ വിഷ്ണുവിൻ്റെയും ഗരുഡൻ്റെയും ഇൻഡിവിജ്വൽ സ്റ്റാച്ചുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. 2018 ഈ കൾച്ചറൽ പാർക്ക് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് 60 ഹെക്ടേക്കർ ഏരിയ ഉണ്ട്. എവരിബഡി ടീച്ചറൊക്കെ നിന്നോ? നിക്കറംല. ഇന്തോനേഷ്യൻ സ്കൾപ്ചർ ന്യോമൻ നുവാട്ട ആണ് ഈ പ്രതിമകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇന്തോനേഷ്യൻ ആർട്ട് ഫോംസ് പെർഫോം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. കണ്ടു. ബാലിയിലെ സൺസെറ്റ് ആസ്വദിച്ചുകൊണ്ടുള്ള ഡിന്നർ ക്രൂസാണ് അടുത്തത്. ബനാവ പോർട്ടിൽ നിന്നുള്ള 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്രൂസാണിത്. ക്രൂസിനിടയ്ക്ക് വിവിധ തരം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ 80% ജനങ്ങളും വർക്ക് ചെയ്യുന്നത് ടൂറിസം മേഖലയിലാണെന്നാണ് ഞങ്ങളുടെ ഗൈഡ് അസ്സാവ പറയുന്നത്. 1970 വരെ ഇവിടെ പ്രധാനമായും കൃഷിയായിരുന്നത്രേ വരുമാനമാർഗം. 1963 അന്നത്തെ ഭരണത്തലവൻ സുകാർണോ ആദ്യമായി ടൂറിസത്തിന് വേണ്ടി ഒരു ഹോട്ടൽ പണിയുന്നത്, ബാലി ബീച്ച് ഹോട്ടൽ. പിന്നീട് 1970 ഡെൻപാസർ എയർപോർട്ട് വന്നു. ഇന്ന് ബാലി ഓവർ ടൂറിസത്തിലേക്കാണത്രേ പോകുന്നത്. അത് ശരിക്കും ഞങ്ങൾക്ക് ഈ യാത്രയിൽ ബോധ്യമായി. 1 മിനിറ്റിൽ 3 ഫ്ലൈറ്റൊക്കെയാണ് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി പറന്നടുക്കുന്നത്. ആഘോഷങ്ങൾ തുടങ്ങുകയായി.
All right. And then you put upside down. That's it. You hold like this and smile. Not to me, to everyone there. I get special the husband there. Wow, your husband beautiful. Hi. I love you too. Mwah. It's okay. Don't worry, okay? I'm normal man. It's okay. Honeymoon up. Very good. And then the last honeymoon. Here we go. And then, hey! Wow! Come on, everybody. Yes, go, go, go. One more time. Empty, okay? Empty, yeah. All right, so ladies and gentlemen.